ഇന്നത്തെ ക്ലാസ്സോടുകൂടി 5 ഹുക്കുമും തീർന്നു. സാക്കിനായ നൂനുൽ പിന്നെ തൻവീനിൽ പിന്നെ 5 വിധിയുണ്ടുകൊണ്ട് ഞങ്ങൾ ചൊന്നിരുന്ന 5 ഹുക്കുമും അതിൽ 4 പഠിച്ച. ഇഖ്ഫാ പഠിച്ച, ഇദ്ഗാം ബിഗുന്ന പഠിച്ച, ഇദ്ഗാം ബിലാഗുന്ന പഠിച്ച, ഇദ്ഹാർ പഠിച്ച, 5-മത്തത് ഇഖ്ലാബ്. ബാക്കി 4 ആൻറ്റിയും 5-മത്തേക്ക് ഒരു സുലഭ എന്തിനെ ചൊന്നെങ്കിൽ ಇದಕ್ಕೆ ഒരേ ഒരു അക്ഷരമില്ല, അക്ഷരം ഇല്ല, ഒറ്റ ഒരു അക്ഷരം മാത്രം. ഇതിൻ്റെ പേര് ഇഖ്ലാബ്. ഇഖ്ലാബ് ചൊന്നെങ്കിൽ ಅದರ ಅರ್ಥമേ ചേഞ്ച് ആക്കಡೆ, ബദലാക്കടെ അർത്ഥം. കൽബ് ചൊന്നെങ്കിൽ ബദലാവുടുದು. ഇഖ്ലാബ് ചൊന്നെങ്കിൽ ബദലാക്കരുത്. ഇവിടെ എന്തിനയുടെ ബദലാക്കടെ ചൊന്നെങ്കിൽ സാക്കിനായ നൂനുൽ പിന്നം തൻവീനിൽ പിന്നം ബാ എന്നിട്ട് ഒരക്ഷരം വന്നെങ്കിൽ, ബാ അത് ഒരക്ഷരം മാത്രം, വേറെ അക്ഷരം ഇല്ല. ബാ വന്നെങ്കിൽ ഇനി ഈ നൂനിൻ്റെയും തൻവീൻ്റെയും നൂനും തൻവീനാക്കിയിട്ട് ഓതറല്ല, അതിനെ ബദലാക്കണം. എങ്ങനെ ബദലാക്കണം? മീമാക്കി ബദലാക്കണം. അവർക്ക് എല്ലാവരും ചൊല്ലോറും സാക്കിനായ നൂനുൽ പിന്നം തൻവീനിൽ പിന്നെ ബാ വന്നെങ്കിൽ ഈ നൂനിൻ്റെയും തൻവീൻ്റെയും മീമാക്കിയിട്ട് ബദലാക്കിയിട്ട് മണിച്ചിട്ട് ഓതറി. ಅದಕ್ಕೆ ഇഖ്ലാബ് ചൊല്ലി. ഞാൻ അതിൽ കൊടുത്ത ഉദാഹരണം നോക്കുക. ആ പോസ്റ്ററിലെ ഉദാഹരണ മിൻ ബൈനി ഐദീഹിം, സൂറത്ത് യാസീനിലുണ്ടല്ലേ, അവിടെ ഉള്ളെങ്ങനെ എഴുതിയിട്ടുള്ളെങ്ങനെ മിൻ ബൈനി ഐദീഹിം ട്ടുള്ളേ എഴുതിയിട്ടുള്ള നോക്കറ മിൻ ബൈനി ഐദീഹിം. ഓതുമ്പോൾ മിൻ ബൈനിൻ്റെ ഓതറെ അല്ല, നൂൻ്റെ ചേഞ്ച് ആക്കിയിട്ട് മീമാക്കണം. മിം മിൻ അല്ല, മിം 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 ബൈനി ഐദീഹിം. ഇനി 2-മത്തെ ഉദാഹരണം നോക്കറോ. അലീമും ബിദാതി സുദൂർ, അവിടെ എങ്ങനെ ഉള്ളേ അലീമുൻ തൻവീൻ, അലീമുൻ തൻവീനുള്ളേ. അലീമുൻ ബിദാത്തിൻ്റെ ഓതറെ അല്ല, പിന്നെ എന്തായിത്താ തൻവീൻ എന്തായിത്ത് മീമായിട്ട് ചേഞ്ച് ചെയ്ത്. ഇപ്പം നൂന് കേൾക്കുകയില്ല, തൻവീൻ്റെ നൂന് കേൾക്കുകയില്ല. അലീമും ബി അലീമും മും മുൻ ഇന്നത് മും ആയിത്ത്. അങ്ങനെ സാക്കിനായ നൂനിൽ പിന്നെ തൻവീനിൽ പിന്നെ ബാ വന്നെങ്കിൽ ആ നൂൻ്റെയും തൻവീൻ്റെയും മീമാക്കിയിട്ട് ചേഞ്ച് ആക്കിയിട്ട് മണിച്ചിട്ട് ഓതറേക്കായിരിക്കണം ഇഖ്ലാബ് ചൊല്ലി. സുലഭമല്ലേ? അല്ലാഹു പരിശുദ്ധ ഖുർആൻ്റെ ഖാദിമീങ്ങളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.